ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചതെല്ലാം ഒരൊറ്റ ക്ലാസ്സിലൂടെ നമുക്ക് നോക്കാം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എവിടെയാണ് ഉപയോഗിക്കുന്നത്, ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഏത് സാഹചര്യത്തിലാണ്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ആറ്, ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബ് പ്ലസ് വെർബിന്റെ ING ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ. ഇതിൽ തന്നെ ആം എവിടെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ആം എവിടെയാണ് ഉപയോഗിക്കുക, ഈസ് എവിടെയാണ് ഉപയോഗിക്കുക, ആർ എവിടെയാണ് ഉപയോഗിക്കുക? ആം ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ആം എന്ന ഓക്സിലറി ആണ് ഉപയോഗിക്കുക. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഏതാ ഉപയോഗിക്കുക? അഥവാ ഹി, ഷി, ഇറ്റ് എന്നുള്ള സബ്ജക്റ്റ് സിംഗുലർ ഒക്കെ വരുമ്പോൾ ഏതാണ് ഉപയോഗിക്കുക? ഓക്സിലറി ഈസ്. സബ്ജക്റ്റ് പ്ലൂറൽ ആവുമ്പോഴാണ് എന്ത് ഉപയോഗിക്കുന്നത്? ആർ ഉപയോഗിക്കുന്നത് അല്ലെ. യു, ദേ, വി എന്നുള്ളതൊക്കെ വരുമ്പോൾ ഏത് ഓക്സിലറിയാണ് ഉപയോഗിക്കുക? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ആർ എന്ന ഓക്സിലറിയാണ് ഉപയോഗിക്കുക. ആം ഉപയോഗിക്കുന്നത് ഐ എന്ന സബ്ജക്റ്റിനോട് കൂടിയിട്ടും, ഈസ് ഉപയോഗിക്കുന്നത് സിംഗുലർ സബ്ജക്റ്റിനോട് കൂടിയിട്ടും, ആർ ഉപയോഗിക്കുന്നത് പ്ലൂറൽ സബ്ജക്റ്റിന്റെയും കൂടെയാണ്. അപ്പോൾ സബ്ജക്റ്റ് ഐ വരുമ്പോൾ ഏത് ഓക്സിലറിയാണ് ഉപയോഗിക്കുക? ആം അല്ലേ. അപ്പോൾ സബ്ജക്റ്റ് ഐ വരികയാണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ എന്താവുന്നു? സബ്ജക്റ്റ് പ്ലസ് ആം പ്ലസ് വെർബിന്റെ ING ഫോം പ്ലസ് ഒബ്ജക്റ്റ്. നോക്കൂ, ഐ ആം റീഡിങ് എ ബുക്ക്. ഐ ആം റീഡിങ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ ഞാനൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് അല്ലെ. ഐ എന്ന സബ്ജക്റ്റ് ആദ്യം വന്നു, പിന്നീട് ആം എന്ന ഓക്സിലറി വന്നു, പിന്നെ റീഡിന്റെ ING ഫോം ആയ റീഡിങ് വന്നു, പിന്നെ എ ബുക്ക് എന്നുള്ളൊരു ഒബ്ജക്റ്റും വന്നു. ഐ ആം റീഡിങ് എ ബുക്ക്, ഞാനൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. പിന്നീട് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഈ ഒരു സെന്റൻസിൽ നിന്ന് തന്നെ എങ്ങനെയാണ് ഒരു പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എങ്ങനെയാണ് ആമിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരിക? ഐ ആം റീഡിങ് എ ബുക്ക് എന്നുള്ളതിൽ ആം എന്ന ഓക്സിലറിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരുന്നു. ആം ഐ റീഡിങ് എ ബുക്ക്, ആം ഐ റീഡിങ് എ ബുക്ക്, ഞാനൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി. പിന്നീട് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഇതിനെങ്ങനെ നെഗറ്റീവ് ആക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഐ ആം റീഡിങ് എ ബുക്ക് എന്നുള്ള നെഗറ്റീവ് എന്താണ്? ഐ ആം നോട്ട് റീഡിങ് എ ബുക്ക്. എന്താ നമ്മൾ ചെയ്തത്? ആമിനോട് കൂടിയിട്ട് നോട്ട് ചേർത്തു. ഐ ആം നോട്ട് റീഡിങ് എ ബുക്ക്, ഞാനൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ല. പിന്നീട് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരു നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അല്ലെ. എന്താ നമ്മൾ ചെയ്യുന്നത്? ആം നോട്ടിനെ ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് ആമിൻഡ് എന്ന് എഴുതില്ലേ. ആമിൻഡ് റീഡിങ് എ ബുക്ക്, ആമിൻഡ് റീഡിങ് എ ബുക്ക്, ഞാനൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ലേ എന്നുള്ളൊരു നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി. ആമിൻഡ് റീഡിങ് എ ബുക്ക്. എന്നാൽ ആമിൻഡ് ഇൻഫോർമൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫോർമൽ ആയിട്ട് സാധാരണ ഉപയോഗിക്കുന്നത് ഏതാണ്? ആം ഐ നോട്ട് എ റീഡിങ് ബുക്ക് എന്നാണ്. ആം ഐ നോട്ട് എ റീഡിങ് ബുക്ക്, ആം ഐ നോട്ട് റീഡിങ് എ ബുക്ക്, ഞാനൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ഈ ആമിൻഡ് റീഡിങ് എ ബുക്ക് എന്നുള്ളത് ഇൻഫോർമൽ ആയിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ ആം ഐ നോട്ട് റീഡിങ് എ ബുക്ക് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കിയത്? ആം ഐ നോട്ട് റീഡിങ് എ ബുക്ക്, ഞാനൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ലേ. പിന്നീട് നമ്മൾ എന്താ പഠിച്ചത്? ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് എങ്ങനെ ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നുള്ളത്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കാം? നമ്മൾ ആം ഐ റീഡിങ് എ ബുക്ക് എന്നുള്ള ഒരു പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, മുകളിൽ രണ്ടാമത്തെ ആം ഐ റീഡിങ് എ ബുക്ക് എന്നുള്ള പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യനിലേക്ക് ക്വസ്റ്റ്യൻ വേർഡ് ചേർക്കുക. വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേർഡ് ചേർത്തപ്പോൾ വൈ ആം ഐ റീഡിങ് എ ബുക്ക്, വൈ ആം ഐ റീഡിങ് എ ബുക്ക്, എന്തുകൊണ്ട് ഞാനൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു, എന്തുകൊണ്ട് ഞാനൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറിയില്ലേ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത്? പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആട്ടോ. ആം ഐ റീഡിങ് എ ബുക്ക് എന്നുള്ള പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേർഡ് ഇടുന്നു അല്ലേ. വൈ ആം ഐ റീഡിങ് എ ബുക്ക്, എന്തുകൊണ്ട് ഞാനൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നീട് നോക്കൂ, എങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്? ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് എങ്ങനെയാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്? ആം ഐ നോട്ട് റീഡിങ് എ ബുക്ക് എന്നുള്ള നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യനിലേക്ക് ക്വസ്റ്റ്യൻ വേർഡ് ഇടുന്നു. വൈ ആം ഐ നോട്ട് റീഡിങ് എ ബുക്ക്, എന്തുകൊണ്ട് ഞാനൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നില്ല. വൈ ആം ഐ റീഡിങ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഞാനൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു. വൈ ആം ഐ നോട്ട് റീഡിങ് എ ബുക്ക്, എന്തുകൊണ്ട് ഞാനൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നില്ല. ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും നമ്മൾ പഠിച്ചു. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ജസ്റ്റ് ഒന്ന് നോക്കുക എന്ന് മാത്രം. അടുത്ത നോക്കൂ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്ട് സിംഗുലർ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഏത് ഓക്സിലറി ആണ് ഉപയോഗിക്കുക? ഈസ്.
സബ്ജക്റ്റ് സിംഗുലർ വരുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് വെർബിന്റെ ing ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഇവിടെ നോക്കൂ, നമ്മൾ ആദ്യം പഠിച്ച ഉദാഹരണത്തിൽ ഐ എന്നുള്ള സബ്ജക്റ്റിനോട് കൂടിയിട്ട് ആം എന്ന ഓക്സിലറി ആണ് വന്നത് അല്ലേ? അപ്പൊ ഷീ, ഹി, ഇറ്റ് എന്നുള്ള സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഏതാണ് വരിക? ഈസ് എന്ന ഓക്സിലറി ആണ് വരിക. ഷീ ഈസ് റീഡിങ് എ ബുക്ക്. അവൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഷീ എന്ന സിംഗുലർ സബ്ജക്റ്റ് വന്നപ്പോൾ ഈസ് എന്ന ഓക്സിലറി വന്നു, റീഡിന്റെ ing ഫോമായ റീഡിങ് വന്നു, എ ബുക്ക് എന്നുള്ള ഒബ്ജക്റ്റും വന്നു. ഷീ ഈസ് റീഡിങ് എ ബുക്ക്. അവൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നീട് എങ്ങനെ ഇതിൽ നിന്നും ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? ഒരു പോസിറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കിയത്? നമ്മൾ ഈസിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരുന്നു അല്ലെ? സബ്ജക്റ്റിന്റെയും അപ്പുറത്തേക്ക് ഈസിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ ഈസ് ഷീ റീഡിങ് എ ബുക്ക്, ഈസ് ഷീ റീഡിങ് എ ബുക്ക്, അവളൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി മാറി. പിന്നീട് നോക്കൂ, ഇത് എങ്ങനെ നെഗറ്റീവ് ആക്കുക? ഷീ ഈസ് റീഡിങ് എ ബുക്ക് എന്നുള്ള സെന്റൻസിനെ എങ്ങനെ നെഗറ്റീവ് ആക്കുക എന്നുള്ളത്, ഈസിനോട് കൂടി നോട്ട് ചേർക്കുക. ഷീ ഈസ് നോട്ട് റീഡിങ് എ ബുക്ക്, ഷീ ഈസ് നോട്ട് റീഡിങ് എ ബുക്ക്, ഈസിന്റെ അപ്പുറത്ത് നോട്ട് ചേർത്തു അല്ലേ? അവൾ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ല. ഷീ ഈസ് നോട്ട് റീഡിങ് എ ബുക്ക്, അവൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ല. പിന്നീട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈസ് നോട്ടിനെ ഒന്നുകൂടി ഷോർട്ട് ആക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഈസ് നോട്ടിനെ ഷോർട്ട് ആക്കിയിട്ട് എങ്ങനെ എഴുതുക? ഈസിന്റ് അല്ലെ? ഈസ് നോട്ടിന്റെ ഷോർട്ട് ഫോം എന്താണ്? ഈസിന്റ്. ഷീ ഈസിന്റ് റീഡിങ് എ ബുക്ക്, ഷീ ഈസിന്റ് റീഡിങ് എ ബുക്ക്, അവൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ല. ഷീ ഈസ് നോട്ട് റീഡിങ് എ ബുക്ക് എന്ന് പറഞ്ഞാലും ഷീ ഈസിന്റ് റീഡിങ് എ ബുക്ക് എന്ന് പറഞ്ഞാലും അർത്ഥം സെയിം ആണ്. ഷീ ഈസ് നോട്ട് റീഡിങ് എ ബുക്ക് പറഞ്ഞാൽ അവൾ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ല. ആ ഈസ് നോട്ടിനെ ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് ഈസിന്റ് എന്നാണ് നമ്മൾ അടുത്ത സെന്റൻസിൽ എഴുതിയിട്ടുള്ളത്. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഈസ് നോട്ടിനെ ഷോർട്ട് ആക്കിയിട്ട് ഷീ ഈസിന്റ് റീഡിങ് എ ബുക്ക്, അവൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ല. ഇനി നോക്കൂ, ഇതിൽ നിന്നും എങ്ങനെയാണ് നെഗറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്? ഈസിന്റിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരിക. ഈസിൻ ഷീ റീഡിങ് എ ബുക്ക്, ഈസിൻ ഷീ റീഡിങ് എ ബുക്ക്, അവളൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ലേ? ഈസ് ഷീ റീഡിങ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെന്റൻസ് നമ്മൾ ഉണ്ടല്ലേ, പോസിറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ വന്നത്? ഈസ് ഷീ റീഡിങ് എ ബുക്ക് ആണ്. ഈസ് ഷീ റീഡിങ് ബുക്ക് എന്ന് പറഞ്ഞാൽ അവൾ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണോ എന്നാണ് അർത്ഥം. എന്നാൽ ഇവിടെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയ ഈസിൻ ഷീ റീഡിങ് ബുക്കിന്റെ അർത്ഥം എന്താണ്? ഈസിൻ ഷീ റീഡിങ് എ ബുക്കിന്റെ അർത്ഥം അവൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ലേ? ഈസ് ഷീ റീഡിങ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ അവൾ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണോ? ഈസിന്റ് ഷീ റീഡിങ് എ ബുക്ക്, അവൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ലേ എന്നുള്ളൊരു നെഗറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി. പിന്നീട് എങ്ങനെയാണ് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്? ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് പോസിറ്റീവ് ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കുക? മേലെ നമ്മൾ പഠിച്ചിട്ടുള്ള ഈസ് ഷീ റീഡിങ് എ ബുക്ക് എന്നുള്ള പോസിറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യനിലേക്ക് വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേർഡ് ഇടുന്നു. വൈ ഈസ് ഷീ റീഡിങ് എ ബുക്ക്, വൈ ഈസ് ഷീ റീഡിങ് എ ബുക്ക്, എന്തുകൊണ്ട് അവൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു? വൈ ഈസ് ഷീ റീഡിങ് എ ബുക്ക്. അടുത്ത് നോക്കൂ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്? ഈസിൻ ഷീ റീഡിങ് എ ബുക്ക് എന്നുള്ള നെഗറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യനിലേക്ക് വൈ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഇടുന്നു. വൈ ഈസിൻ ഷീ റീഡിങ് എ ബുക്ക്, വൈ ഈസിൻ ഷീ റീഡിങ് എ ബുക്ക്, എന്തുകൊണ്ട് അവൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നില്ല? വൈ ഈസ് ഷീ റീഡിങ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അവൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു. വൈ ഈസിൻ ഷീ റീഡിങ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അവൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നില്ല. ഇനി നോക്കൂ, അടുത്തത് നമ്മൾ സബ്ജക്റ്റ് പ്ലൂറൽ ആണ് എന്നുണ്ടെങ്കിൽ ആർ എന്ന ഓക്സിലറി ആണ് ഉപയോഗിക്കുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ആർ പ്ലസ് വെർബിന്റെ ing ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഇവിടെ നോക്കൂ, യു എന്ന പ്ലൂറൽ സബ്ജക്റ്റ് വന്നതുകൊണ്ട് ആർ എന്ന ഓക്സിലറി വന്നു, പിന്നെ റീഡിന്റെ ing ഫോം ആയ റീഡിങ് വന്നു, എ ബുക്ക് എന്ന ഒബ്ജക്റ്റും വന്നു. യു ആർ റീഡിങ് എ ബുക്ക്, നിങ്ങളൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും എങ്ങനെ നമുക്ക് ഒരു പോസിറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? ആർ എന്ന ഓക്സിലറിയെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരിക. ആർ യു റീഡിങ് എ ബുക്ക്, ആർ യു റീഡിങ് എ ബുക്ക്, നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണോ? യു ആർ റീഡിങ് എ ബുക്ക്, നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ആർ യു റീഡിങ് എ ബുക്ക്, നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണോ? പിന്നീട് എങ്ങനെയാണ് ഈ ഒരു സെന്റൻസിനെ നമ്മൾ നെഗറ്റീവ് ആക്കുന്നത്? ആറിനോട് കൂടിയിട്ട് നോട്ട് ചേർക്കുക. യു ആർ നോട്ട് റീഡിങ് എ ബുക്ക്, നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ല. യു ആർ റീഡിങ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. യു ആർ നോട്ട് റീഡിങ് എ ബുക്ക് എന്ന് പറഞ്ഞാലോ നിങ്ങളൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ല. പിന്നീട് നമ്മൾ ഈ ആർ നോട്ടിനെ ഒന്നുകൂടി ഷോർട്ട് ആക്കി എഴുതാൻ പഠിച്ചിട്ടുണ്ടല്ലേ? എങ്ങനെയാണ് ആർ നോട്ടിനെ ഷോർട്ട് ആക്കുക? ആറിൻഡ് എന്ന് എഴുതാം അല്ലെ? യു ആർ ഇൻ റീഡിങ് എ ബുക്ക്, യു ആർ ഇൻ റീഡിങ് എ ബുക്ക്, നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ല. ആർ നോട്ടിനെ ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ആറിൻഡ് എന്ന് എഴുതിയിരിക്കുകയാണ് അല്ലെ? യു ആർ ഇൻ റീഡിങ് എ ബുക്ക്. അടുത്ത് നോക്കൂ, എങ്ങനെയാണ് ഇതിൽ നിന്നും ഒരു നെഗറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്? ആറിൻഡ് യു റീഡിങ് എ ബുക്ക്,
ആറിൻ്റെ യു റീഡിങ് എ ബുക്ക്, നിങ്ങളൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ലേ എന്നുള്ളൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി. നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി. മുകളിൽ നോക്കൂ, പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കിയത്? ആർ യു റീഡിങ് എ ബുക്ക്, ആർ യു റീഡിങ് എ ബുക്ക്, നിങ്ങളൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണോ? ആറിൻ്റെ യു റീഡിങ് എ ബുക്ക് എന്നുള്ള നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ അർത്ഥം എന്താണ്? ആറിൻ്റെ യു റീഡിങ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ആർ യു റീഡിങ് എ ബുക്ക്, നിങ്ങളൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണോ? ആറിൻ്റെ യു റീഡിങ് എ ബുക്ക്, നിങ്ങളൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ഇനി നോക്കൂ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. ആർ യു റീഡിങ് എ ബുക്ക് എന്നുള്ള രണ്ടാമത്തെ സെന്റൻസിലേക്ക് വൈ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഇടുമ്പോൾ വൈ ആർ യു റീഡിങ് എ ബുക്ക്, വൈ ആർ യു റീഡിങ് എ ബുക്ക്, എന്തുകൊണ്ട് നിങ്ങൾ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. വൈ ആർ യു റീഡിങ് എ ബുക്ക്. പിന്നീട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്? ആറിൻ്റെ യു റീഡിങ് എ ബുക്ക് എന്നുള്ള നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യനിലേക്ക് വൈ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഇടുന്നു. വൈ ആറിൻ്റെ യു റീഡിങ് എ ബുക്ക്, വൈ ആറിൻ്റെ യു റീഡിങ് എ ബുക്ക്, എന്തുകൊണ്ട് നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നില്ല. വൈ ആർ യു റീഡിങ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു. വൈ ആറിൻ്റെ യു റീഡിങ് എ ബുക്ക് എന്ന് പറഞ്ഞാലോ എന്തുകൊണ്ട് നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുള്ളത് അല്ലേ. ചെറിയ ചെറിയ വീഡിയോകളായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് പ്രസന്റ് പെർഫെക്റ്റിലേക്ക് നീങ്ങാം. അടുത്ത ക്ലാസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചിട്ടാണ്. താങ്ക് യു.